രാത്രിയിൽ ഭക്ഷണം കഴിച്ച് പതിവ് പോലെ ഉറങ്ങാൻ പോയൊരു യുവാവ് പുലർച്ചെ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവൻ ചോര വാർന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. ആര് കൊലപ്പെടുത്തിയെന്നോ എന്തിനു വേണ്ടി കൊലപ്പെടുത്തിയെന്നോ ഇപ്പോഴും വ്യക്തമല്ല. ഉത്തർപ്രദേശിലെ ചന്ദൌലി എന്ന പ്രദേശത്താണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ചാക്യ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജോഗിയാക്കാല ഗ്രാമത്തിൽ ഇന്ന് രാവിലെയോടെയാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. പ്രദേശത്തെ താമസക്കാരനായ രാമചന്ദ്ര യാദവിന്റെ മകൻ ബ്രിജേഷ് യാദവ് എന്ന ബച്ചായാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി അത്താഴത്തിന് ശേഷം ബ്രിജേഷ് പതിവ് പോലെ തന്നെ വീടിന് പുറത്തുള്ള കട്ടിലിൽ ഉറങ്ങാൻ പോയതായിരുന്നു. ഇന്ന് പുലർച്ചെ വീട്ടുകാർ വിളിച്ചുണർത്താൻ എത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ബ്രിജേഷിനെ അവർ കാണുന്നത്. തലയിലും കഴുത്തിന്റെ പിൻഭാഗത്തുമുണ്ടായ ഗുരുതരമായ പരിക്കുകളാണ് മരണകാരണം. പൊതുവെ ഗ്രാമവാസികളോടൊക്കെ തന്നെ നല്ല രീതിയിൽ പെരുമാറുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു യുവാവായിരുന്നു കൊല്ലപ്പെട്ട ബ്രിജേഷ്. അങ്ങനെയുള്ള ആ യുവാവ് കൊല്ലപ്പെട്ടാൻ കാരണം എന്തായിരിക്കും? ആരായിരിക്കും ബ്രിജേഷിന്റെ ആ ശത്രു? ഉറങ്ങിക്കിടക്കുമ്പോൾ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതൊരു ആസൂത്രിത കൊലപാതകമായിരിക്കാമെന്നൊരു സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. आज दिनांक 6 जून को प्रातः सुबह 5:30 बजे के करीब डायल 112 के माध्यम से थाना चकिया पर सूचना प्राप्त हुई कि ग्राम जोगिया कला में एक व्यक्ति की हत्या कर दी गई है। प्राप्त सूचना के आधार पर थाना चकिया पुलिस द्वारा यहाँ मौके पर पहुँचा गया। प्रथम दृष्टया यह पाया जा रहा है कि मृतक ब्रिजेश यादव उर्फ बचई यादव पुत्र रामचंद्र यादव उम्र करीब 34 वर्ष, जो कि रात्रि में अपने घर के बाहर में ही सोए हुए थे, उनको किसी के द्वारा प्रहार कर गर्दन पर हत्या कारित कर दी गई है। കൊലപാതകി മൂർച്ചയുള്ള ആയുധം കൊണ്ട് യുവാവിന്റെ തലയിലും കഴുത്തിലും ആക്രമിക്കുകയാണ് ഉണ്ടായത്. ആ ആഴത്തിലുള്ള മുറിവും രക്തസ്രാവവുമാണ് മരണ കാരണമായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സംഭവത്തിൽ ഇപ്പോൾ നിർണായകമാണ്. ഒരു സാധാരണ ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ സമീപത്തൊന്നും CCTV ഇല്ല എന്നുള്ളതും പോലീസ് അന്വേഷണത്തിൽ വെല്ലുവിളിയാവുകയാണ്. എങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് വ്യക്തമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.